Classification of measuring instruments. So, we will look at measuring instruments. We will classify measurement system. Now, measuring instruments. We already said measurement generally involves using an instrument as a physical means of determining a quantity or variable. So, one quantity measurement is alava. That is use a physical instrument measuring instruments. An instrument may be defined as a device for determining the value or magnitude of a quantity or variable. One quantity adinte magnitude or value use an instrument device measuring instruments. The term measurement means the comparison between the two quantities of the same units. One unit quantities measure compare that's measurement and the magnitude of one of the quantities is unknown. Comparison comparison unknown value. So the magnitude of one of the quantities is unknown and it is compared with the predefined value. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വാല്യൂമായിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്. Now, the result of the comparison obtained regarding numerical value. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ് ചെയ്യുന്നത്? എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത്. Now, ഈ ഇൻസ്ട്രുമെന്റ്സിനെ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളും കൺസ്ട്രക്ട് ചെയ്യുന്ന രീതികളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതിന്റെ ബേസിക്കിൽ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് the measurements can be classified based on their mode of operation. അതിന്റെ ഓപ്പറേഷൻ അനുസരിച്ച്. സെക്കൻഡ്, manner of energy conversion. എങ്ങനെയാണ് ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നത്. അതേപോലെ മെഷറിംഗ് ടെക്നിക്സ്. എന്ത് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ ഒരു മെഷറിംഗ് പോസിബിൾ ആക്കുന്നത്. ഔട്ട്പുട്ട് എങ്ങനെയാണ്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു ട്രീ ഡയഗ്രം കാണിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് മൂന്ന് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്. ഈ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റും ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റും ആണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് മെഷർമെന്റ് സിസ്റ്റം. ഡയറക്റ്റ് മെഷർമെന്റ് സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു അനലോഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്. അനലോഗ് ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ് ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് നൾ ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെന്റ്. അപ്പം ഇവിടെ ഈ അനലോഗ് ഇൻസ്ട്രുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. എഗെയിൻ ഡിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. അതേപോലെ തന്നെ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡിലും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. നൗ ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സിനെ ഞാൻ ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ നോക്കാം. മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The mechanical instrument is used for measuring the physical quantities. Anything that can be measured is called a physical quantity and these instruments can be used to measure the physical quantity. അതേപോലെ ഈ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ it is suitable for measuring static and stable condition because instrument is unable to give the response to the dynamic condition. Physical quantity measure ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമുള്ളത്. ഇത് ഡൈനാമിക് കണ്ടീഷനിൽ അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്? They are capable to measure static and stable condition. Static and stable conditionലെ values ആണ് നമ്മൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. കാരണം ഇത് ഡൈനാമിക് കണ്ടീഷൻസിൽ റെസ്പോൺസ് കൊടുക്കാൻ ഇതിന് കപ്പാസിറ്റി ഇല്ല. Now, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയ വോൾട്ടേജ്, കറന്റ്, പവർ ഇതിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്. Now, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്. Compared to electrical and mechanical, electronic instruments ന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ആണ്. ക്വിക്ക് റെസ്പോൺസ് ആണ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് തരുന്നത്. This instrument provides a quick response as compared to electrical and mechanical instruments. Now,
അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആൻഡ് ദി സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. അതിലെ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് എ ആബ്സല്യൂട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയറക്ട്ലി in terms of the constant of instruments and the deflection. ഒരു ഡിഫ്ലക്ഷൻ ബേസ് ചെയ്തോ അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആ ഒരു മെഷർമെന്റ് ഡയറക്ട്ലി അത് തരും. ആൻഡ് ദ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഇസ് റിക്വയർഡ് ഫോർ നോയിങ് ദ വാല്യൂ ഓഫ് ദ ഫിസിക്കൽ കോൺസ്റ്റന്റ്. ഇൻ കേസ് ഫിസിക്കൽ കോൺസ്റ്റന്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മെഷർമെന്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം? അവിടെ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ, ഫിസിക്കൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യാം. ദെൻ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കാലിബ്രേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. നൗ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The secondary instruments gives the value of measurement directly and the calibration of the instruments with the standard instrument is essential for the measurement. ഈ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതിന് സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത്. And the output of this type of device is directly obtained and no mathematical calculation requires for knowing their value. അപ്പൊ ഇവിടെ എന്താണ്? ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് തരുന്നത്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയോ ഫിസിക്കൽ കോൺസ്റ്റന്റിനെയോ ഡിഫ്ലക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. ഓക്കെ, ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷന്റെ ആവശ്യം ഇവിടെ ഇല്ല. Now ഇവിടെ ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് ദ കോൺസ്റ്റന്റ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ്. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല, ഡയറക്ട്ലി നമുക്ക് കിട്ടുന്നുണ്ട്. നൗ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് എന്താണ്? ഡിജിറ്റൽ സിസ്റ്റമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഡിസ്ക്രീറ്റ് ആൻഡ് വേരീസ് ഇൻ സ്റ്റെപ്സ് വിത്ത് ടൈം. കണ്ടിന്യൂസ് ആയിട്ടൊരു വാല്യൂ അല്ല, ഡിസ്ക്രീറ്റും ആണ്. സ്റ്റെപ്പ് വിത്ത് ടൈം എന്നായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക. നൗ അനലോഗ് ഇൻസ്ട്രുമെന്റ്. അനലോഗ് ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്താണ്? ഔട്ട്പുട്ട് വേരീസ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് അനലോഗ് ഇൻസ്ട്രുമെന്റ്. ദെൻ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? നൾ ടൈപ്പും ഉണ്ടായിരുന്നു, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ടായിരുന്നു. നൾ ടൈപ്പിൽ എന്താണ്? സീറോ ഓർ നൾ ഡിഫ്ലക്ഷൻ. നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ആ ഒരു ആക്ച്വൽ മെഷർമെന്റ് നമുക്ക് കിട്ടുന്നത് സീറോ ഓർ നൾ ഡിഫ്ലക്ഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ് വഴിയാണ്. അതാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അതുപോലെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ ഒരു ഡിഫ്ലക്ഷൻ ത്രൂ ദി പോയിന്റ്, ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റർ ആയിരിക്കും നമ്മുടെ ആ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കാണിക്കുന്നത്. അതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. നൗ നമുക്ക് വീണ്ടും ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ആൻഡ് റെക്കോർഡിംഗ് ടൈപ്പ്. അതിലെ ഫസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇൻഡിക്കേറ്റ്സ് ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് ത്രൂ എ പോയിന്റർ. ഒരു പോയിന്റർ വഴിയോ ഓർ സം ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ഏതെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആണ് ആ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ എത്രയാണെന്ന് കാണിക്കുന്നത്. ദ മെജോറിറ്റി ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഫാൾസ് അണ്ടർ ദിസ് കാറ്റഗറി. വോൾട്ട് മീറ്റർ, അമീറ്റർ, ഇതിലൊക്കെ നമുക്കറിയാം എന്താണ് ഒരു പോയിന്റ് ഡിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാക്ട് വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നത്. 2 വോൾട്ട് ആണോ ഒരു ആംബിയർ ആണോ എത്രയാണെന്ന് ആ ഒരു പോയിന്റ് ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. നൗ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ദ മെഷർമെന്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഡിവൈസ് ഓർ അറേഞ്ച്മെന്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഇതിന്റെ വാല്യൂ എത്രയാണ്, ഈ ഒരു സിസ്റ്റത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് എനർജി മീറ്റർ. അപ്പം ഇന്റഗ്രേറ്റിംഗ് ടൈപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന എനർജി മീറ്റർ. ദ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എനർജി മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പിലൊക്കെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അതിന്റെ എനർജി എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നൗ റെക്കോർഡിംഗ് ടൈപ്പ്. റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ സെർട്ടൈൻ മെഷർമെന്റ്സിനെ നമ്മൾ അനാലിസിസ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ആ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്തൊക്കെ? ECG, EEG, പ്ലോട്ട് ചാർട്ട് റെക്കോർഡർ, അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഡെയിലി ലൈഫിലും റിയൽ ലൈഫിലും ഒക്കെ കാണുന്ന പല ഇൻസ്ട്രുമെന്റ്സും ഈ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ വിഭാഗത്തിൽ പെടും. ദെൻ നമ്മൾ ഇനി ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഫസ്റ്റ്ലി നോക്കാൻ പോകുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ
അനലോഗ് ഡിവൈസസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം അനലോഗ് ഡിവൈസസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. That shows the quantity that is measured on a graduated scale using pointer. ഒരു പർട്ടിക്കുലർ സ്കെയിൽ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ സ്കെയിലില് ഒരു പോയിന്റർ ഡിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ വാല്യൂ, മെഷേർഡ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. And they are classified based on their basis of operation and the forces operating on them. ഇവിടെ ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യണം. അതായത് പോയിന്റർ ഒന്ന് മൂവ് ചെയ്ത് ആണ് നമ്മുടെ മെഷേർഡ് വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നത്. അപ്പം പോയിന്റർ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫോഴ്സുകൾ ആവശ്യമുണ്ട്. ആ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇതിൽ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. നൗ കുറച്ച് ഫോഴ്സുകൾ, ഇങ്ങനെ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഫോഴ്സുകൾ ഉണ്ടാവണം. ഇത് 3 തരത്തിലുള്ള ഫോഴ്സുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, 2 കൺട്രോളിംഗ് ഫോഴ്സ്, ആൻഡ് ദെൻ ഫൈനലി ഡാമ്പിംഗ്. ഈ 3 ടേം നമുക്ക് ഫെമിലിയർ ആയിരിക്കും. പക്ഷെ എന്താണ് ഇതിവിടെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്നും പറയാറുണ്ട്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് നമ്മൾ എന്ത് പറയും? ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയും. ഈസ് ഡെവലപ്ഡ് ബൈ ദി മാഗ്നറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്, കെമിക്കൽ ഓർ തെർമൽ എഫക്ട്സ് പ്രൊഡ്യൂസ് ബൈ ദ ക്വാണ്ടിറ്റി ടു ബി മെഷർഡ്. അപ്പൊ നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്? അപ്പം ആ ഒരു സിസ്റ്റത്തിൽ എന്ത് നടക്കുന്നു? പല തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്, കെമിക്കൽ ഓർ തെർമൽ എഫക്ട്സ്. പല തരത്തിലുള്ള എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പൊ ഓരോ ഇൻസ്ട്രുമെന്റും അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും ആ ഓരോ എഫക്റ്റും ചേഞ്ച് ചെയ്യും. അപ്പം അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് ആണ് ഡിഫ്ലാക്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇതെന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒരു കറണ്ട് ആണ് ഇപ്പം നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ആ കറണ്ടിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ടോർക്ക് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ആ ടോർക്കിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പോയിന്റർ ഡിഫ്ലക്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ the instruments are so designed so that the controlling torque act on its moving part. മൂവിംഗ് പാർട്ടിലാണ് നമുക്ക് കൺട്രോളിംഗ് വേണ്ടത്. ഇറ്റ് ക്യാൻ കൺട്രോൾ രണ്ട് ഫങ്ഷൻസ് ആണ് കൺട്രോളിംഗ് ടോർക്ക് ചെയ്യുന്നത്. ഒന്ന്, കൺട്രോൾ ഓർ സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് ദി പോയിന്റർ ബിയോണ്ട് ദ ഡിസൈഡ് റീഡിംഗ്. ഒന്ന്, ഇപ്പൊ നമുക്കൊരു 2 ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ 2 ആംപിയർ ആകുമ്പോൾ എന്താവണം? ഈ ഒരു പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ സ്റ്റോപ്പ് അല്ലെങ്കിൽ അതിന് കൺട്രോൾ ചെയ്യിക്കണം. അല്ലെങ്കിൽ ഈ 2 ആംപിയർ കഴിഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മുടെ ആ ഒരു സിസ്റ്റം എന്താണ്? എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്? കൺട്രോളിംഗ് ടോർക്ക് വേണം. ഇതെന്ത് ചെയ്യും? പോയിന്ററിന്റെ ആ ഒരു മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് രണ്ടാമത്തത് എന്താണ്? ബ്രിങ്സ് ദ പോയിന്റർ ബാക്ക് ടു ഇറ്റ് 0 പൊസിഷൻ വെൻ ദ ഓപ്പറേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് റിമൂവ്ഡ്. അപ്പം നമുക്ക് എക്സാക്ട്ലി ഒരു 2 ആംപിയർ അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആ 2 ആംപിയറിന്റെ വാല്യൂ കിട്ടിയതിനു ശേഷം നമ്മൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമൂവ് ചെയ്തതിനു ശേഷം എന്താവണം? ഈ 2 ആംപിയറിൽ നിന്ന് നമ്മുടെ പോയിന്റർ വീണ്ടും തിരിച്ച് ഇനിഷ്യൽ പൊസിഷൻ അതായത് 0യിലേക്ക് എത്തണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് സഹായിക്കും. ദെൻ നമുക്ക് പല തരത്തിലുള്ള കൺട്രോളിംഗ് കൊടുക്കാം. സ്പ്രിംഗ് ടൈപ്പ് കൺട്രോൾ ഉണ്ട്, ഗ്രാവിറ്റി കൺട്രോൾ ഉണ്ട്. ഇപ്പോ സ്പ്രിംഗ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി, ഗ്രാവിറ്റി കൺട്രോൾ. ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പോയിന്ററിലേക്ക് ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ പോയിന്റർ. ഈ പോയിന്ററിലേക്ക് ഞാനൊരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ല. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാതിരിക്കുന്ന കേസിൽ എന്തായിരിക്കും? ഈ ഒരു പോയിന്റർ എവിടാ? വെർട്ടിക്കൽ പൊസിഷൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ദെൻ എ സ്മോൾ വെയിറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സ്പിൻഡിൽ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ മൂവിംഗ് സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടാണ് സ്പിൻഡിൽ. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷന് സെർവ് ചെയ്യുന്ന പോർഷൻ. എ റോഡ് വിച്ച് സെർവ്സ് ആൻ ആക്സിസ് ഫോർ റൊട്ടേഷൻ. അപ്പം ഇവിടെ നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എന്താണ്? ഈ വെയിറ്റ് ഓൾവേസ് താഴോട്ടേക്ക് ആണ് ഇതിന്റെ ഫുൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. എ കൺട്രോൾ ടോർക്ക് is produced whenever the pointer tends to move away from its initial position. അതായത് ഇനിഷ്യൽ പൊസിഷൻ ഇതായിരുന്നു. നമ്മൾ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് എന്ത് ചെയ്യും?
അതിന്റെ ഡയറക്ഷൻ മാറും. അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിന്റെ ഡയറക്ഷനും മാറും. അതായത് ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു, അതിനുശേഷം എന്തായി, ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു എങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ W sin തീറ്റ കമ്പോണന്റ് വരും, ഇത് W cos തീറ്റ, എന്റെ W ഇതാണ് നമ്മുടെ എന്റെ വെയിറ്റ്. അപ്പം ഈ W sin തീറ്റയാണ്, ഈ കമ്പോണന്റ് ആണ് നമുക്ക് എന്ത് തരുന്നത്, നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് തരുന്നത്. TD is directly proportional to current I. TD means deflecting torque എന്താണ്, നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്, അതായത് കറന്റ് ആണ് proportional to the current. TC is directly proportional to the sine of the deflection angle. Yes. TC എന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രോളിംഗ് ടോർക്ക് ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി തീറ്റ. തീറ്റയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. TD ഈക്വൽ ടു TC ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാക്ട് കൺട്രോളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇങ്ങനെ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, TD ഈക്വൽ ടു TC എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ സ്കെയിൽ നോൺ ലീനിയർ ആണ്, ഇത് സ്ക്രാമ്പിൾഡ് സ്കെയിൽ എന്ന് നമുക്ക് പറയാം. സൈൻ ഓഫ് ദ ഡിഫ്ലക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറന്റ്. ഇവിടെ സൈൻ ആണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. TC ഈക്വൽ ടു TD എന്നുള്ളതിനകത്ത്, അതായത് TD ഈക്വൽ ടു തീറ്റ എന്നുള്ള കേസ് അല്ല വരുന്നത്, TD ഈക്വൽ ടു സൈൻ തീറ്റ എന്നാണ് വരുന്നത്. സോ ഇവിടെ സ്കെയിൽ എന്താവില്ല, നോൺ ലീനിയർ, ലീനിയർ ആവില്ല, നോൺ ലീനിയർ ആയിരിക്കും. നൗ നെക്സ്റ്റ് കൺട്രോൾ ആണ് സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞാലും നമുക്കിവിടെ രണ്ട് സ്പ്രിംഗ്, ഇതാണ് നമ്മുടെ സ്പിൻഡിലേക്ക് നമ്മൾ രണ്ട് കൺട്രോൾ സ്പ്രിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രിംഗ് കൺട്രോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഇതിലുണ്ടാവുന്ന ഫോഴ്സസ് എന്താണോ അത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഫസ്റ്റ് കൺട്രോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് ടൈറ്റ് ആവുകയാണെങ്കിൽ സെക്കൻഡ് കൺട്രോൾ സ്പ്രിംഗ് എന്ത് ചെയ്യും, ലൂസ് ആവുകയാണ്. സോ നമ്മുടെ പോയിന്റർ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു സ്പ്രിങ് എന്ത് ചെയ്യാണ്, വീണ്ടും ട്വിസ്റ്റ് ആവുകയാണ്, വീണ്ടും അതിനെ എന്താണ്, വൗണ്ട് ചെയ്യാണ്. അപ്പം ഇതിനനുസരിച്ച് ഇത് വൗണ്ട് ആവുന്ന അനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്പ്രിങ് എന്ത് ചെയ്യും, ലൂസ് ആവും. ഒന്ന് ട്വിസ്റ്റ് ആവും, ഒന്ന് അതിന്റെ ഓപ്പോസിറ്റിലായിരിക്കും വരുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ടോർക്കും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺട്രോളിംഗ് കുറയ്ക്കാം, ഈ ഒരു പോയിന്റിന്റെ മൂവ്മെന്റിനെ ഇത് കുറയ്ക്കും. Now, when the moving system deflected, one spring gets wounded and the other gets unwounded. ഒന്ന് ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും, ഒന്ന് അൺവൗണ്ട് ആയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഫലമായിട്ട് എന്താണ്, this result in controlling torque whose magnitude is directly proportional to angle of deflection. Magnitude എന്തായിട്ട് വരും, proportional to angle of deflection. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ സ്റ്റേജ് വരുമ്പം TD ഈക്വൽ ടു TC ആയാൽ ഡിഫ്ലക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ആൻഡ് ഹെൻസ് സ്കെയിൽ ഈസ് ലീനിയർ. ഇപ്പൊ സ്പ്രിംഗ് കൺട്രോൾ നമ്മൾ കൊടുക്കുമ്പോൾ ലീനിയർ സ്കെയിൽ ആയിരിക്കും വരുന്നത്. നേരത്തെ കേസ് എന്തായിരുന്നു, TD ഈക്വൽ ടു TC സൈൻ തീറ്റ ആയിരുന്നു വന്നിരുന്നത്. സോ ഇവിടെ ഇതിങ്ങനെ സ്ക്രാമ്പിൾ, നമ്മൾ മീറ്റേഴ്സിലൊക്കെ കാണും, ചിലപ്പം തുടക്കം എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പലതരത്തിൽ സ്ക്രാമ്പിൾഡ് ആയിട്ടായിരിക്കും നമ്മുടെ സ്കെയിൽ വരുന്നത്. അപ്പം TD ഈക്വൽ ടു TC അല്ലെങ്കിൽ I ഈക്വൽ ടു തീറ്റ, I പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്നുള്ള കേസ് വരികയാണെങ്കിൽ നമുക്ക് സ്കെയിൽ ലീനിയർ ആണെന്ന് പറയാം. ഇതാണ് സ്പ്രിംഗ് കൺട്രോൾ ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ. നെക്സ്റ്റ് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് എന്താണ്, സസ്റ്റെയിൻഡ് ഓസിലേഷൻസിനാണ് നമ്മുടെ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഡാമ്പിംഗ് വരുന്നത് നോക്കാം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് combined effect of deflecting and controlling torques on the movement of the pointer on the scale causes it to oscillate when indicating the final reading. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു അമ്മീറ്ററിൽ നമുക്ക് 2 ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാരണം പോയിന്റർ മൂവ് ചെയ്തു, കൺട്രോളിംഗ് ടോർക്ക് കാരണം പോയിന്റർ 2 ആംപിയറിൽ കൂടാതെ 2 ആംപിയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇനിയും അതിന്റെ ഫൈനൽ പൊസിഷൻ എന്താണ്, 2 ആംപിയർ ആണ്. ഈ ഒരു 2 ആംപിയറിൽ ഈ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നതുകൊണ്ട്, കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ആക്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു 2 ആംപിയറിൽ എത്തുമ്പോൾ ഈ പോയിന്റർ അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ തന്നെ ഇരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ദീസ് ഓസിലേഷൻസ് ആർ പ്രിവെന്റഡ് യൂസിങ് എ ഡാമ്പിംഗ് മെക്കാനിസം. അപ്പം ഈ ഒരു ഓസിലേഷൻസ് നമുക്ക് വേണ്ട, ഒരു ഇക്വിലിബ്രിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡാമ്പിംഗ് ടോർക്ക് വേണ്ടത്. ഇറ്റ്സ് പ്രൊവൈഡഡ് ഐദർ ബൈ എയർ ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ
or by action of eddy currents. Eddy currents ന്റെ ആക്ഷൻ കൊണ്ടിട്ടോ എയറോ ഫ്ലൂയിഡ് ഫ്രിക്ഷനോ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാം. This torque is proportional to the angular velocity of the moving system and hence operated only when the system is in motion. അപ്പം ഈ ഒരു ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ്. ആംഗുലർ വെലോസിറ്റി എപ്പോൾ മാത്രമേ ഉള്ളൂ? റൊട്ടേഷണൽ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് വരുള്ളൂ. ഓക്കെ, നൗ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ആംഗുലർ വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും വരുന്നത്. അപ്പോ ഇതാണ് ഡാമ്പിംഗ് കാണിക്കുന്ന ആ ഒരു ഗ്രാഫ്. ഇത് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ്? അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആകുമ്പോൾ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് ആയിരിക്കും കൂടുതൽ വരിക. നൗ ഓവർ ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഓസിലേഷൻസ് ഇല്ല, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ത് ചെയ്യും? അത് വളരെ പെട്ടെന്ന് മെയിൻറ്റെയിൻ. ഇത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. നമുക്ക് നോക്കാം ഓരോന്ന് എന്താന്ന്. അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് ഈസ് ഓസിലേറ്ററി ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അണ്ടർ ഡാംപ്ഡ് തരുന്നത്. ദെൻ ഓവർ ഡാംപ്ഡ് കണ്ടീഷനിൽ എന്താണ്? റെസ്പോൺസ് സ്ലഗിഷ് ആണ്. സ്ലഗിഷ് മീൻസ് വളരെ സ്ലോ, ഇനാക്റ്റീവ് ആണ്. വളരെ സ്ലോയിലേ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് റൈസസ് വെരി സ്ലോലി ഫ്രം ഇറ്റ് 0 പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ദെൻ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ. When the response settles quickly without any oscillation. റെസ്പോൺസ് എന്ത് ചെയ്യാണ്? വളരെ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആയി, ഇവിടേക്ക് വന്നു, വിത്തൗട്ട് ഓസിലേഷൻ. The system is said to be critically damped. അപ്പൊ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ്. എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ സിസ്റ്റം ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വന്നു, വിത്തൗട്ട് എനി ഓസിലേഷൻ. ദെൻ ഈ ഒരു ഡാമ്പിംഗ് ടോർക്ക് ഞാൻ പറഞ്ഞു പലതരത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ഉണ്ട്. അപ്പൊ ഇത് മൂന്ന് എന്താന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്താണ്? ഇതാണ് ഇതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഇവിടെ നമ്മുടെ പോയിന്റ്, നമ്മുടെ സ്പിൻഡിൽ. ഇവിടെ ഒരു അലൂമിനിയം ഫോമറിലുള്ള ഒരു ചേംബർ ഉണ്ടാവും. ഇതിനുള്ളില് ഒരു പിസ്റ്റൺ. ഈ ഒരു പിസ്റ്റണും ഈ അലൂമിനിയം ചേംബറും തമ്മിലുള്ള ഒരു സ്പേസിംഗ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇത് രണ്ടും വളരെ കുറവാണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാല്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി മൂവിംഗ് സിസ്റ്റം. പിസ്റ്റൺ എങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മൂവിംഗ് സിസ്റ്റവുമായിട്ട്. നമ്മുടെ സ്പിൻഡിൽ പോയിന്റർ ആണ് നമ്മുടെ മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മുടെ പിസ്റ്റൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്തതിനു ശേഷം എന്ത് പറ്റും? ദിസ് പിസ്റ്റൺ മൂവ്സ് ഇൻ എ ഫിക്സഡ് എയർ ചേംബർ വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഞാൻ പറഞ്ഞു ഒരു എയർ ചേംബർ ഉണ്ട്. ഈ ഒരു എയർ ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ ഓപ്പണും ഒരു എൻഡിൽ ക്ലോസ്ഡും ആണ്. The clearance between piston and the chamber walls is uniform throughout and is very small. ഞാൻ പറഞ്ഞ പോലെ അവ തമ്മിലുള്ള സ്പേസിംഗ് വളരെ ചെറുതാണ്, ഒരേപോലെയാണ് വരുന്നത്, വളരെ ചെറുതാണ്. When there are oscillations, the piston moves into and out of an air chamber. അപ്പം ഓസിലേഷൻസിനനുസരിച്ചിട്ട്, അതിന്റെ തീവ്രത അനുസരിച്ചിട്ട് എന്ത് പറ്റും? ഈ പിസ്റ്റൺ മൂവ് ഇൻ ആൻഡ് ഔട്ട്. ഇവിടെ ഒരിടത്ത് എന്താണ്? ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ട്. അപ്പം അതിൽ അകത്തോട്ടും പുറത്തോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് നോക്കാം. പിസ്റ്റൺ അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യാന്നാണ് പറഞ്ഞത്. When the piston moves into the chamber, the air inside is compressed. അതായത് ഈ പിസ്റ്റൺ നമ്മൾ ഈ ഒരു ചേംബറിനകത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഇതിനുള്ളിലുള്ള എയർ കംപ്രസ്ഡ് ആവും. The air inside is compressed and the pressure of the air thus build up opposes the motion of the piston and hence the whole of the moving system. അപ്പം എയർ കംപ്രസ്ഡ് ആവുമ്പോൾ എന്ത് ചെയ്യും? എയർ കംപ്രസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിസ്റ്റൺ ഫർദർ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ മൂവ്മെന്റിനെ ഇത് കൺട്രോൾ ചെയ്യുന്നു. അതായത് ആ ഒരു എയർ കംപ്രസ്ഡ് ആവുന്നതനുസരിച്ചിട്ട് എയറിന്റെ പ്രഷർ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും? ഈ പിസ്റ്റന്റെ മൂവ്മെന്റിനെ തടയും. പിസ്റ്റൺ ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? മൂവിംഗ് സിസ്റ്റമായിട്ട്. അപ്പൊ പിസ്റ്റന്റെ മൂവ്മെന്റ് കുറയുന്നതനുസരിച്ച് മൂവിംഗ് സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യും? കുറയും. അതേപോലെ പിസ്റ്റൺ മൂവ്സ് ഔട്ട് ഓഫ് ദ എയർ ചേംബർ. പിസ്റ്റൺ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോവാണ്. നേരത്തെ അകത്തേക്ക് എയറിനെ കംപ്രസ് ചെയ്യായിരുന്നു. പിസ്റ്റൺ പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻ ക്ലോസ്ഡ് സ്പേസ് ഫോൾസ്. അപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു എയർ പ്രഷർ എന്താണ്? കുറയാണ്. ദെൻ ദ പ്രഷർ ഓൺ ദ ഓപ്പൺ സൈഡ് ഓഫ് ദ പിസ്റ്റൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓൺ ദി അതർ സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഓപ്പൺ സൈഡ്, ക്ലോസ്ഡിനകത്തുള്ളത് എന്ത് ചെയ്യാണ്? പ്രഷർ കുറഞ്ഞു. ഓപ്പൺ സൈഡിൽ എന്താണ്? പ്രഷർ വളരെ കൂടുതലാണ്. ഇതേ പ്രൊസീജിയർ പോലെ തന്നെ പ്രഷർ കൂടുന്നിടത്ത് എന്ത് ചെയ്യും?
വീണ്ടും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ മൂവ്മെന്റ് ഇത് കൺട്രോൾ ചെയ്യും. പിസ്റ്റന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്? എക്സാക്ട്ലി ആ മൂവിംഗ് സിസ്റ്റത്തിന്റെ സ്പീഡിനെ അത് കുറയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ അത് തടയുന്നു. അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എയറിന്റെ കംപ്രഷനും ഇവിടെ അതിന്റെ പ്രഷർ കുറയുകയും കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു മൂവിംഗ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിംഗ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എയർ ആയിരുന്നു നമ്മുടെ മീഡിയം, ഇവിടെ നമ്മുടെ ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിംഗ് എന്ന് പറഞ്ഞാൽ a disc is attached to the moving system which dips into an oil pot and is completely submerged in oil. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആണ്. അപ്പം ഒരു ഡിസ്ക്, ഇതാണ് ഡിസ്ക്. ഈ ഒരു ഡിസ്ക് നമ്മൾ നമ്മുടെ സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മൂവിംഗ് സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്? ഒരു ഓയിലിനകത്ത് സബ്മേർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം എന്താ പറ്റുക? When the moving system moves, the disc moves in oil and a fractional drag is produced. അപ്പൊ നമ്മുടെ മൂവിംഗ് സിസ്റ്റം മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ഒരു സ്പിൻഡിലുമായിട്ട് ആണല്ലോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൂവിംഗ് സിസ്റ്റം മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ഡിസ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ അത് അത്ര ഫാസ്റ്റ് ആയിട്ട് പോവില്ല. കാരണം എന്താണ്? ഇത് ഓയിലാണ്. ഒരു ഫ്രാക്ഷണൽ ഡ്രാഗ് ഒന്ന് വലിച്ചു കൊണ്ടുപോകാൻ മാത്രമേ അത് നോക്കുകയുള്ളൂ. ഒരു സ്പീഡിൽ അതിന് കിടന്ന് കറങ്ങാനായിട്ട് പറ്റില്ല. സോ ദിസ് ഫ്രാക്ഷണൽ ഡ്രാഗ് ഓൾവേസ് ഒപ്പോസസ് ദി മോഷൻ. അപ്പൊ എന്ത് ചെയ്യാണ്? ആ ഒരു ഫ്രാക്ഷണൽ ഡ്രാഗ് കാരണം മൂവിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ഫോഴ്സിനെ എന്ത് ചെയ്യും? ഇത് ഒപ്പോസ് ചെയ്യും. ഇൻക്രീസ് ഡാമിംഗ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ യൂസ് ഓഫ് വെയിൻസ്. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഡിസ്കിന്റെ ആവശ്യം മതിയാവും. പക്ഷേ ഒരു ഇൻക്രീസ്ഡ് ഡാമിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും? വെയിൻസ് കണക്ട് ചെയ്യാം. ഇതാണ് വെയിൻസ്. ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിംഗ്. നെക്സ്റ്റ് ഉള്ളതാണ് എഡി കറന്റ് ഡാമിംഗ്. എഡി കറന്റ് ഡാമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിനു മുമ്പ് എഡി കറന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. When a conductor moves in a magnetic field, an EMF is induced in it and if a closed path is provided, a current flows. അതായത് ഒരു കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവെക്കുന്നു. And it is moving. A conductor moves in a magnetic field. An EMF is induced in it. ഒരു EMF induced ആവും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന റൂളുകളാണിത്. And if a closed path is provided, അതൊരു ക്ലോസ്ഡ് പാത്തിലാണെങ്കിൽ എന്താ പറ്റുക? A current flows. അതിനെയാണ് നമ്മൾ എഡി കറന്റ് എന്ന് പറയുന്നത്. ദിസ് കറന്റ് ഇന്ററാക്ട്സ് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ കറന്റ് എന്ത് ചെയ്യാണ്? ഈ എഡി കറന്റ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. ടു പ്രൊഡ്യൂസ് എ ടോർക്ക്. ഈ ടോർക്ക് എന്ന് പറയുന്നത് അതിന്റെ കേസ് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ അതിന്റെ കേസ് എന്താണ്? ഈ ഒരു മോഷനാണ്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. സോ ആ ഒരു സോഴ്സിനെ എന്ത് ചെയ്യും? ഇത് ഒപ്പോസ് ചെയ്യും. This torque is proportional to the strength of the magnetic field and the current produced. അപ്പം എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിനും ഫീൽഡിനും പ്രപ്പോർഷണൽ ആയിട്ടാണ് ഈ ഒരു ടോർക്ക് വരുന്നത്. Now, this current is proportional to the EMF. ഇപ്പോൾ നമുക്ക് എഡി കറന്റ് എന്ന് പറയുന്നത് എന്താണ്? EMFന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് വരും. Which in turn is proportional to the velocity and the conductor. അതായത് ആ ഒരു സ്പീഡ്, മോഷൻ ഇതിനെ എന്ത് ചെയ്യാണ്? പ്രപ്പോർഷണൽ ആയിട്ട്. പക്ഷെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഇതിലേക്ക് നോക്കിയേ, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡിസ്ക് റൊട്ടേറ്റ് ഒരു ഡിസ്ക് ആയിരുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാണ്? എഡി കറന്റ്സ് ഫ്ലോ ചെയ്യാണ് ഇതിൽ കൂടി വരുന്നത്. ഓക്കെ,